എല്ലാവർക്കും നമസ്കാരം. ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വടക്കുംനാഥൻ എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനത്തിന്റെ നൊട്ടേഷൻസ് ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഹംസധ്വനി എന്ന രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒറിജിനൽ സ്കെയിൽ ഡി സ്കെയിൽ, 2 ഘട്ട ശ്രുതി. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 1 ഘട്ട ശ്രുതി സി സ്കെയിലിനാണ്. എന്നും പറയുന്നത് പോലെ ഈ നൊട്ടേഷൻസ് ഏത് ശ്രുതിയിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പാട്ട് ചലച്ചിത്ര ഗാനം എന്നുള്ളത് പോലെ തന്നെ ഭക്തി ഗാനമേളകളിലും നമുക്ക് പാടാം. ഇനി ഓർക്കസ്ട്രയോ കരോക്കെ ഒന്നും ഇല്ലാതെ തന്നെ ഭജൻസ് ആയിട്ടും നമുക്ക് ആലപിക്കാം. ഒരാൾ പാടിക്കൊടുക്കുന്നു, മറ്റുള്ളവർ ഏറ്റുപാടുന്നു എന്നുള്ളത് പോലെ. അപ്പോൾ ഇത്തരം എല്ലാ വേദികളിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാട്ട് കൂടിയാണിത്. പല്ലവി. പാഹി പരം പൊരുളേ ശിവ ശിവ നാമ ജപ പൊരുളേ, പാഹി പരം പൊരുളേ ശിവ ശിവ നാമ ജപ പൊരുളേ. ഗഗരി രീരി സസാ സരി സരി ഗാഗരി രീരി സസാ. സിമ്പിൾ ആയിട്ടുള്ള നൊട്ടേഷൻസ് ആണ്. ഇത് തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത വരി. വരവർണ്ണിനി ശുഭകാമിനി ഉമതൻ പതിയേ, വരവർണ്ണിനി ഗഗപാപ. അത് തന്നെയാണ് അടുത്ത വരി. ശുഭകാമിനി ഗഗപാപ ഉമതൻ പതിയേ, ഗഗപാ സാസ സ്നിപാ ഉമതൻ പതിയേ എന്ന് വരും. അതാണ് സാസ നിപാ ഗഗപാപ ഗഗപാപ ഗഗപാ സാസ നിപാ. ചന്ദ്രകലാധര സങ്കടനാശക സന്തതമുണരുക നീ, ചന്ദ്രകലാധര ചന്ദ്രകലാധര എന്ന് പ്ലെയിൻ ആയി പോവും. അപ്പൊ ഇൻസ്ട്രുമെന്റ്സിൽ വായിക്കുന്നവർ പ്രത്യേകം ഈ ഒരു ടച്ച് നോട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ചന്ദ്രകലാധര എല്ലാം അങ്ങനെ ടച്ച് ചെയ്ത് വരും. സന്തതമുണരുക നീ, ഗരി 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 ഗപ ഗരി 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 ഗപ ഗരി, സന്തതമുണരുക നീ നീ ഗരി. അതിനുശേഷം ഒരു കോറസ് പോർഷനാണ്. ശിവ 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 ശംഭോ ശിവ ശംഭോ ഹര 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 ശംഭോ ശിവ ശംഭോ. സരി സരി ഗ പഗരി രി പപ സാക, സരി സരി ഗ പഗരി സ പപ സാക. ശിവ 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 ശംഭോ. രണ്ടാമത്തത് ഹര 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 ശംഭോ. ആകെ ഒരു സ്വരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആദ്യത്തത് സരി സരി ഗ പഗരി രി, രണ്ടാമത്തത് സരി സരി ഗ പഗരി സ. ആ ശിവശംഭോ പപസാക അത് 2 സ്ഥലത്തും ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഇതിന് ശേഷം ആദ്യത്തെ 2 വരി പാടിയിട്ടാണ് പല്ലവി അവസാനിപ്പിക്കുന്നത്. അനുപല്ലവി താരസ്ഥായിലെ ഷഡ്ജത്തിലാണ് ആരംഭിക്കുന്നത്. ഗംഗയുണർത്തുക നീ സ്വരസന്ധ്യയുണർത്തുക നീ, അത് എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോറസ് പോർഷൻ ഉണ്ടല്ലോ, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശിവ 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 ശംഭോ ആ ഒരു ഭാഗം റിപ്പീറ്റ് ചെയ്യും. പിന്നീട് ഇതേ ട്യൂൺ തന്നെയാണ്. സത്യമുണർത്തുക നീ വരതത്വമുണർത്തുക നീ, അടുത്ത വരിയാണ് ഈ ഒരു പാട്ടിൽ ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം. താരസ്ഥായിലെ പഞ്ചമം വരെ ഒന്ന് തട്ടി വരുന്നുണ്ട്. ഇനി നിന്റെ വരാഭയമുദ്രയിലഖിലം മൂടി വിടർത്തുക നീ, സഗ ഗരി രി സ സ സഗ ഗരി രി സ സ സഗ ഗരി 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 ഗമ ഗരി. അടുത്ത വരി ഒരു അല്പം ട്രിക്കിയാണ്. അതിന്റെ കറക്റ്റ് റൂട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വഴിക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിനദ നിരാമയ മന്ത്രജപത്തിനു നീരാഞ്ജനമാം നീ, നിനദ നിരാമയ നിരിഗരി പകരി മന്ത്രജപത്തിനു രിഗ പകരി സനിപ നീരാഞ്ജനമാം നീ.
പനി പനി പസ സാ സാ നിരി ഗരി നി പഗരി രി ഗ പഗരി സനി പ പനി പനി പസ സാ സാ നിരതനി രാമായ മന്ത്രജപത്തിനും നീരാഞ്ജനമാങ്ങി. പിന്നീട് ആ കോറസ് പോർഷനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി ചരണത്തിന് മുൻപുള്ള BGM-ൽ ഒരു മെയിൽ പോർഷൻ ശംഭോ ശിവശംഭോ എന്ന് പാടുന്നുണ്ട്. അതിങ്ങനെയാണ്: ശംഭോ ശിവശംഭോ ഗപസാനി സകരി. പിന്നീട് സ്ലൈഡ് ചെയ്ത് താഴേക്ക് വരികയാണ്. ഗപസാനി സകരി ഗരി സനി ദദപ രീ ഗപഗ. അവിടെ ധൈവതം ചെറുതായിട്ട് ആ രണ്ട് ഭാഗത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അനുപല്ലവി പോലെ തന്നെയാണ് ചരണം. ഈ പാട്ടിൽ അങ്ങനെ ഒരുപാട് സംഗതികളോ അല്ലെങ്കിൽ ട്യൂണിൽ തന്നെ വേരിയേഷൻസ് വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അനുപല്ലവിയുടെ അതേ നൊട്ടേഷൻസ് തന്നെ നിങ്ങൾക്ക് ചരണത്തിനും ഉപയോഗിക്കാം. ചരണം പാടിക്കഴിഞ്ഞ് പല്ലവി ഒരു തവണ മുഴുവൻ പാടുക. പിന്നീട് ആ കോറസ് പോർഷൻ ശിവ 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 ശംഭു ആ ഒരു കാര്യം 3-4 തവണ പാടിയിട്ടാണ് ഈ പാട്ട് അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു അധ്യായം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കക്കാരായിട്ടുള്ള ഗായകർക്കും അതേപോലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നവർക്കും ശ്രമിച്ചു നോക്കാവുന്ന ഒരു പാട്ടുകൂടിയാണിത്. മറ്റൊരു അധ്യായമായി കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.